ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഇടയാക്കി തന്ന വലിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം തിരുവചനമായ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചെറിയ 3 കാര്യങ്ങൾ. യേശു കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന്. എന്നിൽ കൂടല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യൻ പതറി നിൽക്കുന്ന അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്ന ഒരു മേഖലയാണ് ഏത് വഴി തിരഞ്ഞെടുക്കുമെന്ന്. നമ്മൾ ഇന്ന് ഏത് ജീവിതത്തിൻ്റെ ഏത് മേഖല, സമസ്ത മേഖലയിലും നമുക്ക് പതറി നിൽക്കുന്ന ഒരു അവസരമാണ്. ചില വീട് പണിയാനാണ്, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ, വിവാഹ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഏത് കാര്യത്തിലും മുന്നോട്ട് സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ ഏത് വഴി തിരഞ്ഞെടുക്കും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ സ്തോത്രം, അവിടെ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന്. നമ്മുടെ വഴികളെ യഹോവയിൽ ഫലമേൽപ്പിക്കുമ്പോൾ അതിൻ്റെ അവസാനം വലിയ സന്തോഷത്തിലേക്കാണ് നമ്മൾ ചെന്നെത്തുന്നത്. എന്നാൽ നമ്മൾ കാരണം നമ്മുടെ തെറ്റായ രീതിയിൽ ചില വഴികൾ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ എടുക്കുന്ന ചില വഴികളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അത് വലിയ ദുർഘടവും പിന്നെ അതിനകത്തുനിന്ന് ഊരി വരാൻ വലിയ ബുദ്ധിമുട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ആ വഴിയിൽ നിന്നൊക്കെയും കർത്താവ് പൂർണ്ണ ജയം നൽകും. ഹല്ലേലൂയ. എന്നാൽ അതിനേക്കാളും നല്ലതല്ലേ അതിന് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കുന്നത്. അങ്ങനെ തെറ്റായ വഴികൾ തിരഞ്ഞെടുത്ത് അബദ്ധത്തിൽ പോയി ചാടിയ 3 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യൂദ എഴുതിയ ലേഖനം നമുക്കറിയാം. നമ്മളെ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയല്ല, യാക്കോബിൻ്റെ സഹോദരനായ യൂദ എഴുതിയ ഒരു ലേഖനമേ എഴുതിയിട്ടുള്ളൂ. ആ ലേഖനത്തിൽ യൂദ പറയുന്നു, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, അവർ കയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. അവിടെ 3 കാര്യം. കയ്യിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത്. എന്തായിരുന്നു കയ്യിൻ്റെ വഴി? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം കയ്യിനും ഹാബേലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. അവിടെ കയ്യിൻ്റെ വഴി എന്തായിരുന്നു? കയ്യിന് ഹാബേലിനെ തലക്കടിച്ച് കൊന്നു. എന്തായിരുന്നു? ഹാബേലിൻ്റെ യാഗത്തിൽ കർത്താവ് പ്രസാദിച്ചു, അവനോട് അസൂയ തോന്നി. ഹല്ലേലൂയ. സഹോദരനോട് അസൂയ തോന്നി അവനെ തലക്കടിച്ചു കൊന്നു. അസൂയ, ജലസി. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തോട്, നമുക്ക് പ്രിയപ്പെട്ടവർ, നമ്മുടെ സഹോദരങ്ങളാകട്ടെ, നമ്മുടെ സുഹൃത്തുക്കളോടാകട്ടെ, നമ്മൾ ആരോടാകട്ടെ, നമ്മൾ പുറമേ കാണിച്ചില്ലെങ്കിലും നമ്മൾ അസൂയ കണ്ണുകൾ കൊണ്ട് അവരെ നോക്കുന്നവരാണ്. ഒരു കാര്യം ചെയ്താൽ, ഒരു നല്ല കാര്യം ചെയ്താൽ, അവർക്കൊരു നന്മയുണ്ടായാൽ നമുക്ക് ഉടനെ അസൂയയാണ്. നമ്മൾ പുറമേ കാണിക്കത്തില്ല, ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയയും മോശമായ ഹൃദയത്തിൽ പന്ന ദുഷ്ടചിന്തകളുമായി നടക്കുന്ന സമൂഹം. അവിടെ പറയുന്നു, കയ്യിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത്. എന്തായിരുന്നു കയ്യിൻ്റെ വഴി? അസൂയയുടെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കരുത് സഹോദര സഹോദരി. അവിടെ വലിയ നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വലിയ മരണകാരണമായ അതൊരു വലിയൊരു വിപത്തിലേക്ക് അത് വഴി തെളിക്കും. അതുകൊണ്ട് കയ്യിൻ്റെ വഴി തിരഞ്ഞെടുക്കരുതെന്ന് കർത്താവ് പറയുന്നു. 2ാമത് പറയുന്നു, ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. എന്തായിരുന്നു ബിലയാമിൻ്റെ വഞ്ചനയിൽ? ആരായിരുന്നു ബിലയാമിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ, നമുക്ക് പറയുവാൻ പത്രോസ് എഴുതിയ 2-ാം ലേഖനം, പത്രോസ് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ നേർവഴി വിട്ടുതെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു. അനീതിയുടെ കൂലി കൊതിക്കുക, കൈക്കൂലി കൊതിക്കുക, ചെയ്യരുതാത്ത അല്ലെങ്കിൽ ചെയ്യാത്തതിൻ്റെ കൂലി കൊതിച്ച് ഇരുന്ന് നമ്മളെ മേടിച്ച് കാശുകാരനാണെന്ന് നോക്കുക. അവിടെ അതായിരുന്നു ബിലയാമിൻ്റെ വഴി തിരഞ്ഞെടുക്കരുതെന്ന് വിശുദ്ധ തിരുവചനം പറയുന്നത്. അവിടെയും വലിയ നാശത്തിലേക്കാണ് പോകുന്നത്. ഈ അനീതിയുടെ കൈക്കൂലി മേടിക്കുക, ആവശ്യമില്ലാത്ത രീതിയിൽ പണം സമ്പാദിക്കുക, ഇതിൻ്റെയൊക്കെ അവസാനം വലിയ ആപത്തിലേക്കാണ് നമ്മൾ ചെന്നത്. അതുകൊണ്ടൊന്നും നമുക്കൊരു ഉപകാരവും പെടത്തില്ല. നമ്മൾ രോഗത്തിലും പ്രയാസത്തിലും അകപ്പെട്ട് ആശുപത്രിയിലും അവിടെ ഇവിടെയായിട്ടൊക്കെ ഈ പൈസ വെറുതെ പോകത്തേ ഉള്ളൂ. നമ്മളെ മക്കൾ കൊണ്ട് ദൂർത്തടിക്കത്തേ ഉള്ളൂ. വെറുതെ പോകുന്ന കാശുകളാണിതെല്ലാം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ബിലയാമിൻ്റെ വഴി തിരഞ്ഞെടുക്കരുതെന്ന്. അനീതിയുടെ ഹല്ലേലൂയ കൂലി കൊതിക്കുക, ചുമ്മാതിരുന്ന് കൂലി കൊതിക്കുക, നമുക്ക് വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാൻ ശ്രമിക്കുക, ആവശ്യമില്ലാത്ത മേഖലയിൽ കൂടെ ഒക്കെ കാശുണ്ടാക്കി അതിനെ പെട്ടെന്ന് സമ്പന്നനാകാൻ നോക്കുക. അതൊക്കെ വലിയ മരണകാരണമായ വഴികളാണ് എൻ്റെ സഹോദര സഹോദരി. പ്രൈസ് ദി ലോർഡ്. 3-ാമതായിട്ട് പറയുന്നു, കോരഹിൻ്റെ എന്തായിരുന്നു പറയുന്നത്? കോരഹിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത്. എന്തായിരുന്നു കോരഹിൻ്റെ വഴി? കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. കോരഹിൻ്റെ മത്സരത്തിൽ ആരായിരുന്നു കോരഹ്? കോരഹിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 1-ാമത്തെ വാക്യം, 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലേവിയുടെ മകനായ കേഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്.
കോരഹ് അധികാരമോഹങ്ങളോടുള്ള അമിതമായ ഭ്രമം, അധികാരങ്ങളോടുള്ള ഭ്രമം. അവിടെ മോശയോട് മത്സരിച്ചു, മത്സരത്തിൻ്റെ ചിന്ത, ഹൃദയം. മോശയോട് മത്സരിച്ചു. കാരണം മോശ പ്രവാചകൻ ഇത്രയും ആൾക്കാരെ നടത്തി. അപ്പോൾ മോശയോട് പറഞ്ഞു, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. ഇവൻ ഈ കോരഹ് പോയി 150 പേരെയൊക്കെ അങ്ങ് കൂട്ടി മോശയ്ക്കെതിരെ മത്സരിച്ചു. ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങളും പള്ളിയിൽ പോകുന്നവരാ, ഞങ്ങളും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാ, ഞങ്ങളും തിരുവനന്തപുരം, ഞങ്ങളുടെ മുത്തച്ഛന്മാരും ഞങ്ങളുടെ അപ്പൻ്റെ അപ്പനും ഒക്കെയും വലിയ പാരമ്പര്യമുള്ളവരാ, വലിയ വലിയ കാര്യങ്ങളെ പറഞ്ഞ് അവനെ അങ്ങ് മാനസികമായി തളർത്തി. നീ മാത്രമാണോ ബൈബിൾ വായിക്കുന്നത്, നീ മാത്രമാണോ പ്രാർത്ഥനക്കാരൻ, അങ്ങനെ പറഞ്ഞ് അവനെ മാനസികമായി പീഡിപ്പിച്ച് മോശയ്ക്കെതിരെ. മോശ അന്നേരം എന്തോ ചെയ്തത്? മോശ നമുക്ക് വായിക്കാൻ പറ്റുന്നു, അതിൻ്റെ 4-ാമത്തെ ഭാഗത്ത് വായിക്കാൻ പറ്റും. 4-ാം വാക്യത്തിൽ മോശ കവിണ്ണു വീണു. ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ കവന്നു വീണു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരെങ്കിലും പായിക്കുകയോ ദുഷിക്കുകയോ ഇങ്ങനെയുള്ള കുത്തുവാക്കളെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ പോകണ്ട. നിങ്ങൾ അങ്ങ് കവന്ന് നിൽക്കുന്നിടത്ത് നിങ്ങൾ അങ്ങ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. അതിൻ്റെയൊക്കെ അവസാനം എന്താണ്? നമുക്ക് അതിൻ്റെ 16-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ വായിക്കാം. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിച്ചു. യഹോവ ഒരു അപൂർവ കാര്യം മോശയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്താണ് അപൂർവ കാര്യം? ഭൂമി വായ് പിളർന്ന് കോരഹിനെ അവൻ്റെ കൂട്ടത്ത് 150 പേരെ എല്ലാത്തിനെയും അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന ഒരുവനാണെങ്കിൽ നിനക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അങ്ങ് മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതാണ് അപൂർവ കാര്യം. നമ്മൾ ബൈബിളിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഭൂമി വായ് പിളർന്ന സംഭവം കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ മോശയ്ക്ക് വേണ്ടി അപൂർവ കാര്യം ചെയ്തു. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകനാണോ മകളാണോ നിന്നെ ആരെങ്കിലും നോക്കി ഇങ്ങനെയൊക്കെ പറയിട്ടുണ്ടെങ്കിൽ ഹാലിലോ, നീ ഒന്നും മിണ്ടണ്ട, നീ ഒന്നും പ്രതികരിക്കണ്ട. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കവന്ന് വീഴുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. പ്രൈസ് ദി ലോർഡ്. ഭൂമി വായ് പിളർന്ന് അവനെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? അധികാര മോഹങ്ങളോടുള്ള ഭ്രമം. നമ്മുടെ സഭയിലാകട്ടെ, നമ്മുടെ കുടുംബത്തിൽ, ഇന്ന് സമൂഹത്തിൽ അധികാരം, സഭയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൻ്റെ മേളിലിരിക്കണം. അതിന് കുറച്ച് പേരെ കൂട്ടി സപ്പോർട്ട് നിന്ന്, അത് നമ്മുടെ കുടുംബത്തിനകത്തും കാണും ഇങ്ങനെ കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റവനെ തകർത്തി, മറ്റൊരാൾ എന്തെങ്കിലും ഒരു നന്മ, അവന് ഇച്ചിരി നന്മയുണ്ടെങ്കിൽ അവനെ മാക്സിമം മറ്റുള്ള രീതിയിൽ ഉപദ്രവിച്ച് ആ വീടിൻ്റെ നന്മകളെല്ലാം എടുത്ത് അവനെ മാക്സിമം തളർത്ത് മാനസികമായൊക്കെ തളരുമ്പോൾ അങ്ങനെ എത്രയോ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി, എത്രയോ ആത്മഹത്യ മരണങ്ങൾ, എത്രയോ പേർ ജീവനൊടുക്കിയ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഇല്ലേ? പല രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ. അവിടെയാണ് മത്സരത്തിൻ്റെ വഴി. 3 വഴികൾ തിരഞ്ഞെടുക്കരുതെന്ന് കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അസൂയയുടെ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഹല്ലേലൂയ. കോരഹിനെ പോലെ അധികാരമോഹങ്ങൾ ഹല്ലേലൂയ ഉള്ള വഴി തിരഞ്ഞെടുക്കരുത്. ബിലയാമിനെ പോലെ പെട്ടെന്ന് കൈക്കൂലി, ഹല്ലേലൂയ, അനീതിയുടെ കൈക്കൂലി കൊതിക്കുന്ന വഴി നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. ഹല്ലേലൂയ. കാരണം ഈ വഴികളൊക്കെ ആദ്യം നമുക്ക് ചൊവ്വായി തോന്നും. അതാണ് നമുക്ക് സദൃശ്യവാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനം മരണ വഴികളാകുന്നു. സ്തോത്രം. മരണ വഴികളിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, സമൂഹത്തെ നിങ്ങൾ പറഞ്ഞു വിടുമ്പോൾ നല്ല വഴി തിരഞ്ഞെടുക്കുക. അന്യാധീനമായി സമ്പാദിക്കുന്നതെല്ലാം വെറുതെ പോത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടും നേരോടും കൂടെ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. ഇതൊരു ചെറിയ ചിന്തയാണ്, എനിക്ക് തോന്നിയ ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെച്ചതേ ഉള്ളൂ. ഈ 3 മോഹങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകല്ലേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കാം, കരുതാം. ഈ പകൽക്കാലം ദൈവം ഞങ്ങളതിനെ ശക്തീകരിക്കട്ടെ. നല്ല വഴി തിരഞ്ഞെടുത്ത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ആ വഴിയിൽ നിങ്ങൾ നടക്കുക, ദൈവത്തിൽ ഫലമേൽപ്പിക്കുക. അവൻ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. സഹോദരങ്ങളെ സ്നേഹിക്കുക, സഹോദര വർഗത്തെ സ്നേഹിക്കുക, സമൂഹത്തെ സ്നേഹിക്കുക, സഭയെ സ്നേഹിക്കുക. ഈ വചനങ്ങൾ ആ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.